താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം സ്നേഹമുള്ള ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള സഭയുടെ പരിശ്രമങ്ങളിൽ ഒരു സുപ്രധാന കാൽവയ്പ്പാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രചിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിലൂടെ സംഭവിച്ചിരിക്കുക. ഇതിനെ അധികരിച്ച് കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ നോക്കിക്കാണാനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആരംഭിച്ചത്. ഇത് ഏറെ പേർക്ക് സഹായകമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ചർച്ചയ്ക്കായി നമ്മളെ സഹായിക്കാൻ എത്തിയവരെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സന്യാസിനി സമൂഹമായ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ അംഗവും പ്രശസ്ത ഫാമിലി കൗൺസിലറും സാമൂഹ്യ പ്രവർത്തകയുമായ സിസ്റ്റർ നിമ ഗ്രേസിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി ആരാണ് നമ്മൾ ഇന്ന് സ്വാഗതം ചെയ്യാനുള്ളത്? കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലോഫിൽ അംഗവും അമല മെഡിക്കൽ കോളേജിൽ ഡോക്ടറുമായ ഡോക്ടർ ജോണി തോമസിനെയാണ് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. ആരാണ് നമ്മുടെ അടുത്ത അതിഥി? തൃശൂർ അതിരൂപത പ്രോ ലൈഫ് കൂട്ടായ്മയുടെ പ്രസിഡന്റും വില്ലേജ് ഓഫീസറുമായ ജെയിംസ് ആഴ്ചങ്ങാടൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് വിവാഹത്തിന് വലിയ ഒരുക്കം ആവശ്യമുണ്ടെന്നാണ്. ആ വിവാഹത്തിനുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക. നമുക്ക് ചർച്ച ആരംഭിക്കാം. വിവാഹദിനത്തിലെ ആഘോഷം ആവശ്യപ്പെടുന്ന ഒരു ഭൗതിക ഒരുക്കത്തേക്കാൾ ആത്മീയ ഒരുക്കം വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മുമ്പത്തെ എപ്പിസോഡുകളിൽ നമ്മൾ അതായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത്. ആത്മീയ ഒരുക്കം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു വിവാഹോരുക്ക കോഴ്സും മറ്റുമൊക്കെയാണ്. ഇത് മാത്രമാണോ ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പോഴുള്ള ആത്മീയ ഒരുക്കത്തിൽ പ്രധാനമായിട്ടുള്ളത്? സിസ്റ്റർ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ പെട്ടെന്ന് വിവാഹത്തിൻ്റെ ഒരുക്കം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ 3 ദിവസത്തെ ഒരുക്കമാണ്. പക്ഷേ അത് മാത്രം പോരാ എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായി തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയണത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരുക്കം തുടങ്ങുന്നു എന്ന് മാർപ്പാപ്പ 208-ാമത്തെ ആർട്ടിക്കിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഏറ്റവും അകന്ന ഒരുക്കത്തിൽപ്പെടും. അവരുടെ വളർച്ചയിലെ കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന വ്യക്തികൾ, കാര്യങ്ങൾ, പ്രദേശങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു കൗമാരഘട്ടം തൊട്ട് തുടങ്ങുന്ന ഒരു ഘട്ടവും ഈ ഒരുക്കത്തിലുണ്ട്. ഏറ്റവും അവസാനമായി എന്നാൽ വിവാഹത്തിൻ്റെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആദ്യത്തേതായുള്ള ഒരു ഒരുക്കമാണ് 3 ദിവസത്തെ ഏറ്റവും അടുത്ത ഒരുക്കം. ഇങ്ങനെ ഒരു 3 തലത്തിലുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഒരു വ്യക്തി വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് നമുക്ക് 3 തലത്തിലുള്ള ഒരുക്കം വേണം. കുഞ്ഞ് ജനിക്കുന്ന ഉടനെ ആരംഭിക്കുന്ന ശൈശവ കാലഘട്ടത്തിൽ കൂടി വളരുന്ന ഒരു റിമോട്ടായിട്ടുള്ള, അങ്ങനെ നമുക്ക് വിളിക്കാം അതിനെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റിമോട്ടായിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞ് തൻ്റെ ശരീരത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ, അതായത് ടീനേജ് ഒക്കെ ആരംഭിക്കുന്ന ആ കാലഘട്ടം മുതലുള്ള ഒരു കാലഘട്ടത്തിലെ ഒരു പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്. മൂന്നാമതായിട്ട് ഈ വിവാഹത്തിന് തൊട്ട് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഒരുക്കമുണ്ട്. ഇങ്ങനെ 3 ഒരുക്കങ്ങളെക്കുറിച്ചാണ് കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ട് ഇതിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ശൈശവത്തിൽ ഒരു ശിശു ഒരു വിവാഹത്തിന് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ശിശുവിന് ചിന്തിക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ആരായിരിക്കണം ഈ കുഞ്ഞിനെ ഒരുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഒരുക്കുന്നത്? എനിക്ക് തോന്നുന്നത് അത് മാതാപിതാക്കളുടെ ഒരു റോളിനെ കുറിച്ചായിരിക്കണം അവിടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു.
എന്താണ് ഡോക്ടർ ജോണിക്ക് പറയാനുള്ളത്? കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ കണ്ടു തുടങ്ങുന്നത് അതിൻ്റെ മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുഞ്ഞിൻ്റെ ആദ്യത്തെ, പിന്നീടുള്ള ഭാവി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിനുള്ള ആദ്യത്തെ കുഞ്ഞിൻ്റെ ട്രെയിനിങ്, മാതാപിതാക്കളുടെ ജീവിത മാതൃക. അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു. എല്ലാ ദിവസവും അവർ വിവാഹ നാളിൽ ചെയ്ത പ്രോമിസ്, വാഗ്ദാനം, വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് എല്ലാ ദിവസവും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പുതുക്കുകയും ചെയ്ത് പരസ്പര സ്നേഹത്തോടെയുള്ള മാതാപിതാക്കളുടെ ജീവിതമാണ് കുഞ്ഞിന് ഏറ്റവും ആദ്യം ലഭിക്കുന്ന, കുടുംബജീവിതത്തെക്കുറിച്ച് ലഭിക്കുന്ന മാതൃക. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. അതെങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു, എല്ലാം കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുനാളിൽ തൊട്ടേ കുട്ടികൾ കണ്ടു പഠിക്കുകയാണ്. പരസ്പര ധാരണയോടെ, പരസ്പര സ്നേഹത്തോടെ എങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കണ്ടുപഠിക്കുന്ന കുഞ്ഞിന് പിന്നീട് അവരുടെ ഭാവി ജീവിതത്തിൽ മറ്റു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വളരെയധികം വേറെ വേണ്ടി വരില്ല. അതായത് ചുരുക്കം പറഞ്ഞാൽ കുഞ്ഞൊരു സ്പോഞ്ച് പോലെയാണ്. മാതാപിതാക്കൾ ചെയ്യുന്ന കാണുന്നു, എന്തനുഭവിക്കുന്നു, കുടുംബത്തിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് ആ കുഞ്ഞ് സ്വാംശീകരിക്കും. കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ കുഞ്ഞ് അബ്സോർബ് ചെയ്യും. അത് അവൻ്റെ ഭാവി ജീവിതത്തിൽ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ വളരുന്ന ഒരു കുഞ്ഞിന് ആ കാലഘട്ടത്തിൽ, ശൈശവ കാലഘട്ടത്തിൽ ഒരു മുറിവുണ്ടായാൽ ഈ മാതാപിതാക്കളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനെ വളർത്തുന്നതിലോ ഒക്കെ ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു മുറിവ് ആ കുഞ്ഞിനുണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ആ കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? സിസ്റ്റർ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ സിസ്റ്റർക്ക് അതിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പലപ്പോഴും ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് നമ്മൾ ആദ്യം കാണാറ്. വിവാഹ കോഴ്സിന് വരുമ്പോൾ എനിക്ക് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഭയമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, കാരണം അവർക്കറിയില്ല, ഭയമാണ് വേണ്ട എന്ന് പറയുന്നതിൻ്റെ ചരിത്രം നമ്മൾ പുറകിലോട്ട് പരിശോധിക്കുമ്പോൾ ലഭിക്കാറുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പകാലങ്ങളിൽ ഒന്നുകിൽ കുടുംബത്തിലുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ, അപ്പനിൽ നിന്നുള്ള പെരുമാറ്റം, ചില അബ്യൂസുകൾ, അതിക്രമങ്ങൾ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെ മാതാപിതാക്കൾ നല്ലതുപോലെ കൈകാര്യം ചെയ്ത കുട്ടികൾ അതിനെ അതിജീവിക്കാൻ പഠിക്കുകയും മാതാപിതാക്കൾ അതിനെ നിസ്സാരവൽക്കരിക്കുക, കൊച്ചല്ലേ അതൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അത് അവരുടെ ഭാവി ജീവിതത്തിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന സംവിധാനമായിട്ട് നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് കുടുംബത്തിൽ ശരിയായ ഒരു അപ്പൻ്റെയും അമ്മയുടെയും മാതൃക കണ്ട് വളർന്നു വന്ന കുഞ്ഞുങ്ങൾ പിന്നെ അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മിക്കപ്പോഴും അവരുടെ വിവാഹ ജീവിതം ഒരു വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്കാണ് സാധിക്കുക എന്നുള്ളത് മാർപ്പാപ്പ കൃത്യമായി ഒബ്സർവ് ചെയ്ത് മാർപ്പാപ്പ ഇതിൽ എടുത്തു പറയുന്നൊരു കാര്യമാണ്. എനിക്ക് ജെയിംസ് ചേട്ടനോടും ഇതിനോട് കോംപ്ലിമെൻ്റ് ചെയ്ത് ചോദിക്കാനുള്ള, ജെയിംസ് ചേട്ടൻ്റെ മക്കളെ അവർ ഈ മാതൃകയിൽ എങ്ങനെയാണ് ജെയിംസ് ചേട്ടൻ്റെയും ജെസ്സിയുടെയും ആ ഒരു മാതൃക കണ്ട് അവരിൽ എപ്പോൾ ഉണ്ടായിരിക്കുന്നത്, ജെയിംസ് ചേട്ടൻ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കുട്ടികളെ നമ്മൾ മാതാപിതാക്കൾ കൊച്ചിലെ തന്നെ ഇത്തരത്തിലൊരു ഫോർമേഷൻ കൊണ്ടുവരാന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒപ്പിയെടുക്കുന്നു പറഞ്ഞത് ശരിയാണ്. ഇപ്പം ഞാനത് ഇപ്പോൾ രാവിലെ ഇപ്പോൾ കുട്ടികൾ എണീറ്റ് വരുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നതാണ് അവർ കാണേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. ഞാൻ സാധാരണ ഈവനിങ് ആണ് കുർബാനയ്ക്ക് പോവുക. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പ്രാർത്ഥനയ്ക്കായിട്ട് എൻ്റെ സെൽഫ് പ്രയറൊക്കെ, പേഴ്സണൽ പ്രയറൊക്കെ ആ സമയത്താണ്. അപ്പോൾ ഇവർ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ആദ്യം എൻ്റെ അടുത്തേക്കാണ് വരിക. അപ്പോൾ അവർക്ക് അതങ്ങനെ ഒരു ശീലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് അവരന്നത്തെ വേണ്ടത് കൊടുത്തിട്ടാണ് ഞാൻ വിടുക. അപ്പോൾ എണീറ്റ് വരുമ്പോൾ തന്നെ ആദ്യം അടുത്ത് വരും. അപ്പോൾ ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവർ രൂപത്തിനവിടെ പ്രാർത്ഥിച്ച് അവർ ബാക്കി കാര്യങ്ങൾക്കായിട്ട് പോകും. അപ്പോൾ അവർ അത് പോകുമ്പോഴും രാവിലത്തെ സ്കൂളിൻ്റെ ഒരുക്കത്തിൻ്റെ സമയത്തും ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ പേഴ്സണൽ പ്രയറും ജപമാല ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഓരോ ഒരുക്കം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് കടന്നു വരുന്ന സമയത്ത് ഞാൻ ഈ അവസ്ഥയിൽ തന്നെയായിരിക്കും ഇരിക്കുക. അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കലും എൻ്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഇത് കഴിയുന്നതോടുകൂടി അവർക്കുള്ള ഭക്ഷണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഇറങ്ങുന്നതിന് മുൻപ് രണ്ടാമത്തോനൊക്കെ പ്രത്യേകിച്ച് അവനത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്ന് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എൻ്റെ കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് പോകുന്നൊരു അനുഭവമുണ്ട്. അപ്പോൾ ഇവരുടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ആ ഹീലിങ്ങും ഒപ്പം തന്നെ
നമ്മളൊന്ന് കൈവച്ച് പ്രാർത്ഥനയോടെ അത് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ദിവസത്തെ ഇപ്പോൾ വൈകിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമായാലും അന്ന് ഏതെങ്കിലും കാരണവശാൽ ഇവരെ ഒന്ന് വഴക്ക് പറയാനോ ഒന്ന് ശിക്ഷിക്കാനോ ഇട വന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം വിളിച്ച് എല്ലാവരും കൂടെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അന്നത്തെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഈ ഒരു ഹീലിങ്ങിനും കൂടെ ഇടവരുത്തുന്നുണ്ട്. ഇത് ഇങ്ങനെ ലഭിക്കാത്ത കുട്ടികളിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ആ ഒരു മുറിവുകൾ അകത്ത് തന്നെ കിടന്ന് ഓരോ ദിവസം കഴിയുന്തോറും അത് കൂടി വന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുക. ഡെയിലി നമ്മളൊരു റൂട്ടീൻ ഇതായിട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇവരെ കഴിച്ച് പ്രാർത്ഥിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒപ്പം തന്നെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു അടിയൊക്കെ കിട്ടിയിട്ടുള്ള ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇവർ കരയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ കണ്ണിൽ നിന്ന് വെള്ളം വരും, നമുക്കത് കാണാം. അപ്പം നമ്മളും കൂടെ അവരൊന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഹാക്കി ഇതൊക്കെ അങ്ങനെയൊക്കെ വിടുന്നൊരവസ്ഥയുണ്ട്. അത് ഇവരുടെ ജീവിതത്തിൽ ഹീലിങ്ങിനൊക്കെ ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതം കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കും. ഒപ്പം അവർക്ക് എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ജെയിംസ് ഏട്ടൻ പറഞ്ഞത്. അതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാൻ തോന്നിയ ഒരു കാര്യം, പ്രാർത്ഥന മാത്രമല്ല, മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹവും മക്കൾ അവർ ഒപ്പിയെടുക്കും. കാരണം ഞങ്ങളുടെ ജീവിതത്തിലായാലും ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചിരുന്ന് ഉള്ള സംസാരങ്ങളും അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് അങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഞങ്ങളുടെ മകൾ കാണാറുണ്ട്. അപ്പോൾ അവൾ അത് മനസ്സിലാക്കുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങൾ പിന്നീടൊരു അവസരത്തിൽ അറിയാം. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനും അമ്മയും എൻ്റെ അപ്പനും അമ്മയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചാൽ പോരെ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം മക്കളുടെ ഫോർമേഷനെ തീർച്ചയായും മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം ഒത്തിരി സ്വാധീനിക്കും. എനിക്ക് ഡോക്ടർ ജോണിയോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ഇപ്പോൾ ഡോക്ടർ ജോണിക്ക് കുറച്ച് മുതിർന്നൊരു പെൺകുട്ടിയുണ്ട്. അപ്പം അവൾ ചെറിയ പ്രായത്തിൽ ഡോക്ടർ ജോണിയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഡോക്ടർ ജോണി ആലിംഗനം ചെയ്യുമ്പോൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ അവൾ കുറേ കാര്യങ്ങളൊക്കെ അവൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെ ഒരു പഠനമൊക്കെ നടക്കുമോ? കുട്ടികൾക്ക് അവരുടെ സോഷ്യൽ ജീവിതത്തിൽ പിന്നീടുണ്ടാകാവുന്ന കടമ്പകൾ അവരുടെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ചെറുപ്രായത്തിൽ അവർ സ്വായത്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഉദാഹരണത്തിന് ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അവരുടെ ശരീരഘടനയിൽ വരാവുന്ന വ്യത്യാസങ്ങൾ, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ശരീരഘടനയിൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ അവരുടെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെയധികം പ്രശ്നങ്ങളിൽ നിന്നും അവരെ അത് രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ മാറിടത്തിൽ കിടന്ന് ചെറുപ്രായത്തിൽ വളർന്നിട്ടുള്ള പെൺകുട്ടി പിന്നീട് അവളുടെ മറ്റ് സോഷ്യൽ ജീവിതത്തിലെ ബാക്കി പ്രശ്നങ്ങൾക്ക് അത് വളരെയധികം ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വളരെയധികം സഹായിക്കും. മാതാവിൻ്റെയും പിതാവിൻ്റെയും രണ്ടുപേരുടെയും സ്നേഹത്തിലും കെയറിങ്ങിലും കുട്ടികൾ വളരണം. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അവളെ പഠിപ്പിക്കുന്ന ടീച്ചറുടെ കൂടെ അവൾ പിന്നീടുള്ള ജീവിതം ടീച്ചറുടെ കൂടെ കഴിയാൻ തീരുമാനിച്ചു. ഭാര്യയും മറ്റ് കുടുംബവുമുള്ള സാറിൻ്റെ കൂടെയാണ് അവൾ പിന്നീട് കുടുംബജീവിതം നയിക്കാൻ തീരുമാനിച്ചത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടീച്ചറിൽ നിന്ന് കിട്ടിയ എന്തോ പ്രത്യേക കെയറിങ്, അവളുടെ ഫാമിലിയിൽ പിതാവിൽ നിന്ന് ലഭിക്കാതിരുന്ന കെയറിങ് ആണ് ആ കുട്ടിയെ ടീച്ചറിലേക്ക് പ്രത്യേകം അടുപ്പിച്ചത്. അതുപോലത്തെ അങ്ങനത്തെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കെയറിങ് ചെറുപ്രായത്തിൽ തന്നെ കിട്ടുന്നത് വളരെ പ്രധാനമായിരിക്കുന്നു. സിസ്റ്റർ ഇത് പറയുമ്പോൾ നമ്മുടെ ചില കുടുംബങ്ങളിൽ ഇപ്പോൾ ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും, ചില ഏരിയാസിലൊക്കെ കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട് ഞാൻ, പെൺകുട്ടിയാണെങ്കിൽ അപ്പൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അപ്പനോട് സ്നേഹത്തോടെ പെരുമാറാൻ പാടില്ല, അപ്പനെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, ഉമ്മ വെക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ ടാബൂസ് അടിച്ചേൽപ്പിക്കുന്ന ചില കുടുംബങ്ങളെ നമ്മൾ കാണാറുണ്ട്. അതേസമയം നേരെ ഓപ്പോസിറ്റായിട്ട് ചിലപ്പോൾ വളരെ ഫ്രീ ആയിട്ട് മാതാപിതാക്കളായാലും ആങ്ങളമാരും പെങ്ങളമാരും വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന കുടുംബങ്ങളെയും കണ്ടിട്ടുണ്ട്. ഈ രണ്ട് കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അവർ കല്യാണപ്രായമെത്തുമ്പോൾ സിസ്റ്റർ അടുത്തെത്തുമ്പോഴേക്കും അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് സിസ്റ്റർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ?
സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ സുറിയാനി കത്തോലിക്ക കുടുംബങ്ങളിൽ നമ്മളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ പിതാവിൻ്റെ അടുത്ത് നമ്മൾ വളരെ ഒരു കയ്യകലം പാലിച്ചാണ് നിന്നിരുന്നതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്കുള്ളിൽ അത്യഗാധമായ ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ അപ്പനോടുണ്ട്. എന്നാൽ സ്പർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വളരെ ശ്രദ്ധാപൂർവമാണ്. അത് ചെറുപ്രായത്തിൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം, ഞാനൊന്നും അത്രയൊന്നും ഓർക്കണ പോലില്ല. എന്നിരുന്നാലും ആ പിതാവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുമായിരുന്നു. അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളാണ് നമ്മുടെ അമ്മ. അവരുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആ നിറവാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾ സ്പർശിച്ചോ സ്പർശിക്കാതെയോ അനുഭവിക്കുന്ന സ്നേഹത്തിനേക്കാൾ ഉപരി അവർ തമ്മിലുള്ള സ്നേഹം കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നു. അത് ഒരുപാട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഞങ്ങൾ കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് പോകുന്ന സമയം അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രവേശനമില്ല, കാരണം ആ സമയത്ത് നമ്മുടെ ഡ്യൂട്ടി പഠിക്കുക എന്നതാണ്. എന്നാൽ ആ പഠനം കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കും ഈ സംഘത്തിലേക്കൊന്ന് ഓടി വന്ന് ചേരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ്, 5 മക്കളും വന്ന് ഓരോരുത്തരായി ഒരുപാട് വിഷയങ്ങൾ പറയും. ഞങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നുണ്ടായിരിക്കാം, നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യും. അത്ര ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ അവർ നേരിട്ടിടപെടുള്ളൂ. ഇല്ലെങ്കിൽ അവർ വളരെ സൈലൻ്റായിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ആ വളർച്ചയുടെ ഭാഗങ്ങളൊക്കെ അവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ നോക്കിയിരുന്ന് ആവശ്യപ്പെടേണ്ട ഇടങ്ങളിൽ മാത്രം തിരുത്തലുകൾ നൽകി. അപ്പം നമുക്ക് കുട്ടികൾക്ക് അനുഭവപ്പെടാണ് ഞങ്ങളും ഒരുപാട് മാനിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളും അംഗീകരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ചിന്തയാണ് കുട്ടികളെ ശരിക്കും പക്വതമായ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നും കൂടി കടത്തി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ, സിസ്റ്റർ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഒരു അപ്പൻ്റെ തലോടലിന് ആഗ്രഹിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ അങ്ങനെ അത് ആ ആഗ്രഹം എങ്ങനെയാണ് സിസ്റ്റർക്ക് ഒന്ന് സാധിച്ചെടുക്കാൻ സാധിച്ചത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ? ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് മടിയിൽ കയറിയിരിക്കുക അങ്ങനത്തെ ഒന്നും അധികം ഇല്ലാത്ത കുറച്ചൊരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ഒരു കുടുംബമാണ്. എന്നാൽ അപ്പനോട് നമുക്ക് എന്തും പറയാം. അപ്പം അത് അങ്ങനെയല്ല, അപ്പം അത് ഇങ്ങനെയല്ല, അപ്പം അത് അങ്ങനെയാണ്, എല്ലാം നമുക്ക് പറയാം. നന്നായി ശ്രവിക്കുന്ന ഒരു പിതാവിനെയാണ് ഞാൻ ഓർക്കണത്. മാത്രമല്ല നമ്മുടെ മുഖത്ത് ഒരു ഭാവം മാറിയാൽ എന്താ പറ്റിയേ എന്ന് ഉടനടി ചോദിച്ച് നമ്മൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാൽ പോലും അത് കണ്ടെത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളറിയണ ആള് ആ സ്നേഹം മതി നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട്. ഒരു 40 വർഷം മുമ്പത്തെ ഒരു ഫാമിലി അവസ്ഥയിൽ സിസ്റ്റർ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ പോയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അപ്പൻ്റെയും അമ്മയുടെയും മമ്മിയുടെയും പപ്പയുടെയൊക്കെ മടിയിലിരുന്നും ആ ഒരു ലാളനൊക്കെ കിട്ടി വളർന്നത്, അതായത് ഒരു ടച്ചിങ് കിട്ടി വളരുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് പറയുമ്പോഴേ എനിക്ക് ഒരു പെൺകുട്ടിയുള്ളൂ, ജയ്മരിയ. അപ്പോൾ ജയ്മരിയെ ഞാൻ ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേ താഴെയുള്ളവൻ വന്ന് എൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ചിലപ്പോൾ ജയ്മരിയെ അങ്ങോട്ട് വിളിക്കും. ജയ്മരിയ നീ പറയുന്നത് ജയ്മരിയ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ജയ്മരിയുടെ മടിയിൽ വെച്ച് അപ്പോൾ അവൾക്കൊരു നാണവും എല്ലാ അവസ്ഥയും കൂടെ അങ്ങനെ വരും. പക്ഷേ അവൾ മടിയിൽ കയറുന്നത് ഞാൻ ഇപ്പോൾ അതായത് എനിക്ക് തോന്നുന്നത് കവളോട് കവള് മുട്ടിയിരിക്കുന്നത്, അതായത് പെൺമക്കളാണെങ്കിൽ അധികം വലിയ പ്രായമൊക്കെ ആയി വരുമ്പോഴൊരു പക്ഷേ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന പ്രായം കവളോട് കവള് മുട്ടിച്ച് അങ്ങനെ ഒരുമിച്ച് മടിയിലിരുന്ന് കാല് നീട്ടി വെച്ച മടിയിലിരുന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കുറച്ചും കൂടെ പക്വമായ സ്പർശന രീതികളിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആൺകുട്ടിയാണെങ്കിലും അവരൊന്ന് ചേർത്ത് പിടിക്കുന്നു, ഇടയ്ക്കൊന്ന് ഹഗ് ചെയ്യുന്നു, ചിലപ്പോഴൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഈ ഒരു ഒഴുക്കിനനുസരിച്ച് നോക്കുമ്പോൾ വീടുകളിൽ മാതാപിതാക്കൾ ഇങ്ങനെ കുട്ടികളെ ഒന്ന് സ്പർശനത്താൽ തന്നെ അവരൊന്ന് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് വരുത്തുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു വന്ന ഇതാണ് നമ്മുടെ അതായത് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളായിരുന്നെങ്കിലും ഓർത്തഡോക്സ് ആയിട്ടുള്ള കുടുംബങ്ങളായിരുന്നെങ്കിലും അവർക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം ഒരു എക്സ്പോഷറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ഈ കോ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ എന്താ പറയണ്ടേ വീട്ടിൽ നിന്ന് ദൂരം മാറി നിന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഈവൻ സംസ്ഥാനം തന്നെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയി പഠിക്കുന്നു, അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവർക്ക് കുടുംബത്തിൽ കിട്ടാത്ത സ്നേഹം അവരന്വേഷിച്ച് പോകുന്നതാണ് പലപ്പോഴും ഈ കൗമാരക്കാർ വഴിതെറ്റിപ്പോകാനുണ്ടാകുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലാണ്
കുടുംബങ്ങൾ ഇന്ന് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ നിന്ന് കിട്ടുന്ന മാതൃകകളും അവർക്ക് കിട്ടുന്ന പല രീതിയിലുള്ള പ്രബോധനങ്ങളും അവരെ പഠിപ്പിച്ചതൊക്കെ തന്നെയാണ് അവർ പിന്നീട് അവരുടെ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് ഒരു നവദമ്പതികൾ, ഒരു വിവാഹത്തിൻ്റെ ആദ്യകാല വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് അവരുടെ കുടുംബത്തിൽ കിട്ടിയ ട്രെയിനിങ്ങിനെ കുറിച്ച് പങ്കുവെക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞ് അതിനനുസരിച്ചാണ് നമ്മളൊരു കുടുംബജീവിതം കാണുന്നത് തന്നെ. കുടുംബജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പം അതുപോലെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും നീ ചെന്ന് കയറുന്ന കുടുംബങ്ങളിലും ഇതേപോലെ എല്ലാ പ്രശ്നങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് എല്ലാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം എല്ലാവരോടും ഷെയർ ചെയ്ത് ചെല്ലുന്ന വീട്ടിലുള്ള അമ്മേനെ സ്വന്തം അമ്മയെ പോലെ കാണാനും അതുപോലെ അവിടെയുള്ള അപ്പച്ചനെയും അവിടെയുള്ളവരെല്ലാവരും നമ്മുടെ സ്വന്തമായിട്ട് കാണാനും അതുപോലെ നമ്മുടെ ജീവിതം ഇവിടെ നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലും നമ്മുടെ ജീവിതം ഇവിടുത്തെ പോലെ തന്നെ അത്രയും ആ സന്തോഷത്തിലും സ്വന്തം കുടുംബം പോലെ കണ്ട് മുന്നോട്ട് വളരാനും ഏറ്റവും അധികം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. പിന്നെ അതുപോലെ നമ്മുടെ CLC അതുപോലെ കൊയർ പല സംഘടനകളും നമ്മൾ വളരെയധികം കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പല പല ക്യാമ്പുകൾ സംഘടിപ്പിച്ചതനുസരിച്ചും നമ്മുടെ ഇടവകയിലുള്ള ഒരുപാട് പരിപാടികൾ അതിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് സെമിനാറുകൾ അതുപോലെ നമ്മുടെ ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുപോലെ നമ്മുടെ കുടുംബ പശ്ചാത്തലം എല്ലാം വളരെയധികം നമ്മുടെ ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മളെ വളരെയധികം സഹായകമായിട്ട് പ്രവർത്തിച്ച ഒരു കാര്യമാണ്. ഞാൻ വളർന്നതൊരു കൂട്ടുകുടുംബത്തിലാണ്. അവിടെ 10 മക്കളാണ് അപ്പൻ്റെ വീട്ടിൽ. അതിൽ 6-മനാണ് എൻ്റെ അപ്പൻ. അതിൽ അപ്പന് 2 മക്കളാണ്. അതിൽ ഞാനും എനിക്ക് ഒരു സിസ്റ്ററാണുള്ളത്. സിസ്റ്ററും നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. സിസ്റ്റർ വിവാഹം കഴിഞ്ഞു പോയി. ഞാനും അതുപോലെ തന്നെ അവരുടെ പാത പിന്തുടർന്നിരുന്നു. അത് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുകയും അതുപോലെ പറ്റാവുന്ന ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉപവാസമായി ആചരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം വഴിയായി എനിക്ക് ഒരു 2 വർഷം മുമ്പ് ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നെയാണ് കിട്ടിയത്. ഞങ്ങൾക്കൊരു മോനുണ്ട്, 1.25 വയസ്സായി. ഞങ്ങൾ സുഖകരമായി ഇപ്പോഴും ജീവിക്കുന്നു. എന്നെ വീട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിൽ അധികം വൈദികരും കന്യാസ്ത്രീകളും ഒന്നുമില്ല. എല്ലാവരും വിവാഹ ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഞാനും അത് കണ്ടാണ് ഞാനും വളർന്നത്. അതായിരിക്കാം ചിലപ്പോൾ എന്നെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചത്. പിന്നെ എൻ്റെ അപ്പനും അമ്മയും നല്ലൊരു കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. എൻ്റെ അമ്മയുടെ ഒരു വിഷമം പോലും അപ്പന് സഹിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പൻ പണ്ട് മുതലേ പറയായിരുന്നു, അമ്മയെപ്പോലെ ഞാൻ നോക്കിയ പോലെ നീയും നിൻ്റെ ഭാര്യയെ നോക്കണമെന്നും എല്ലാവരുടെ കാര്യങ്ങളും ചെയ്യണം, മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നെല്ലാം പറയായിരുന്നു. ഇതെല്ലാം ഒരു പ്രചോദനമായി എനിക്ക്. അതിലൂടെ എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്തു. മക്കളുടെ ഭാവി വിവാഹ ജീവിതത്തിൽ അതിനുള്ള ഒരുക്കത്തിൽ മാതാപിതാക്കൾക്കുള്ള റോളിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അതിൽ പങ്കുവെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ മക്കൾ വളരുന്ന കാലഘട്ടത്തിൽ അവരുടെ ശരീരഘടനയിൽ മാറ്റം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ് മുതലുള്ള കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരുക്കത്തിനാണ് പ്രോക്സിമേറ്റ് ഒരുക്കം എന്ന് പറയുക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ആ സെക്സ് എഡ്യൂക്കേഷൻ, അപ്പോൾ ലൈംഗികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഉണ്ടാവും. കാരണം അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അവരെ അതിന് പ്രേരിപ്പിക്കും. ഇങ്ങനെ ഒരു ചോദ്യം ഒരു മാതാപിതാക്കൾ നേരിട്ടാൽ എങ്ങനെ ഒരു സമീപനമായിരിക്കും എടുക്കേണ്ടത് ഡോക്ടർ ജോണി എന്ന്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം. അതിന് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന അത്രയും എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും പൂർണ്ണ രൂപത്തിൽ ഒരു ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരമായിരിക്കണമെന്ന് അവർക്ക് തോന്നണം. കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. പതുക്കെ വേണമെങ്കിൽ ഗ്രാജുവലായിട്ട് മുഴുവൻ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ മാതാപിതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ജീവിത മാതൃകയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് പുറമെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മാതാപിതാക്കൾക്ക് വളരെ വലിയ ഒരു റോളുണ്ട്. ജെയിംസ് ചേട്ടാ, ഈ ഒരു റോള് മക്കൾ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ജെയിംസ് ചേട്ടൻ ഹാൻഡിൽ ചെയ്തിരുന്നത്? അത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, അവർ ചോദിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ മൂത്തവൻ ജോയലിൻ്റെ ഇപ്പോൾ 10ാം ക്ലാസ്സാണ്.
അപ്പോൾ നോക്കുമ്പോൾ അവന് കുറച്ച് മീശയൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഞങ്ങളുടെ ഊണുമേശ ഇരിക്കുന്ന ഊണിന് ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്താണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് വരിക. അപ്പോൾ ഇവർ ചോദിക്കാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ഞാൻ തന്നെ ചിലപ്പോൾ അത് ആ വിഷയം എടുത്തിടും. ജോയലിൻ്റെ മീശയൊക്കെ ഒന്ന് കീർത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, മുട്ടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഞാനും ജെസിൻ വൈഫും കൂടെ അത് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു 13-14 വയസ്സൊക്കെ ആകുമ്പോഴും എന്ത് മാറ്റങ്ങൾ വരുന്നു, അത് ആ ഊണ് കഴിക്കുന്നതിനിടയിൽ തന്നെ ഡിസ്കഷനായി. അപ്പോൾ ഇതിൽ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ താഴെയുള്ളവന് ചിലപ്പോൾ ഇത് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ഒരു പക്ഷേ ഈ ചോദ്യം ചോദിക്കാൻ നമ്മളോട് എങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അപ്പോഴും നമ്മൾ ഈ മറുപടി ഇവനോട് പറയുന്ന മറുപടി ഇവരും കൂടെ അത് ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ ചെറിയൊരു ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കില്ല. അത് ഇവർ തമ്മിൽ പിന്നീട് ഡിസ്കഷൻ ഇടവരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ രണ്ടാമത്തവനെ ജോണിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ തമ്മിൽ ഇതിൻ്റെ ഫ്യൂച്ചർ ഡിസ്കഷൻസ് ഇവർ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൽ സംശയം വരുമ്പോൾ അത് ചിലപ്പോൾ ആ മൂത്തവനല്ല വന്ന് ചോദിക്കുന്നത്, രണ്ടാമത്തവനാണ്. അതപ്പോൾ എങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം എന്നാണ് വിഷയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇത് പറയുകയാണ്. ഇപ്പോൾ അവരോട് മൂത്തവരോടും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തു പോകുമ്പോഴും സ്കൂളിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളെ തൊടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ആരെങ്കിലും ടച്ച് ചെയ്യുകയോ അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഉടനെ അത് അവരെ മുഖത്ത് നോക്കി തന്നെ പറയണം. അരുത് എന്ന് പറയാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ തൊടുമ്പോഴാണ് ഇത് പ്രതികരിക്കേണ്ടതെന്നും കൃത്യമായിട്ട് ടച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് പോകാന്മാരാണ്. അവർ ഇനി നാളെ സ്കൂളിലെ കുട്ടികൾ അവരുടെ അടുത്ത് സംശയം ചോദിക്കുമ്പോഴും അവർക്കത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സെക്സ് എഡ്യൂക്കേഷൻ നൽകുക മാത്രമല്ല, അനാവശ്യമായിട്ട് ശരീരത്തിൽ സ്പർശിക്കുന്ന ഒഴിവാക്കാനുള്ള ഒരു ട്രെയിനിങ്ങും കൂടി അതിലൂടെ കൊടുക്കാൻ പറ്റുന്നു. ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ലാത്തതും ഇത് തന്നെയാണ്. അവർ പറയാൻ വിമുഖത കാണിച്ചിട്ട് പല കുഞ്ഞുങ്ങൾക്കും വേറെ തെറ്റായ ഇൻഫർമേഷൻ കിട്ടുന്നു. അതിൽ നിന്ന് അവർ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഈവൻ പീഡനമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. ഇന്നത്തെ ലോകത്തിലും അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യം. അവർ അമ്മയിൽ നിന്നൊന്നും ഇത് കേൾക്കാൻ ഒരു ചാൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. കുടുംബങ്ങളിലെ മാതൃകയും ഒപ്പം അവരോട് സംസാരിക്കുന്നതും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. മാതാപിതാക്കൾ അവർ കണ്ടുപഠിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ. അമ്മ ഇപ്പം ആ ഇതിൽ ഷെയറിങ്ങിൽ നമ്മൾ കേട്ട പോലെ നീ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും സ്വന്തം വീടായിട്ട് അത് കാണാൻ പറ്റണം എന്നുള്ളതൊക്കെ അമ്മമാർ പറഞ്ഞ് തന്നെ കുഞ്ഞുങ്ങൾ അറിഞ്ഞ് അതുപോലെ വളരേണ്ടതാണ് പെൺകുഞ്ഞുങ്ങൾ. അതൊക്കെ ഇന്ന് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. വിവാഹത്തിനുള്ള ഒരുക്കം വിവാഹത്തിന് തൊട്ട് മുമ്പ് ആരംഭിക്കുന്ന ഒരു 3 day പ്രോസസ്സ് അല്ല എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ശൈശവം മുതൽ ആരംഭിക്കുന്നു, കുഞ്ഞിൻ്റെ ജനനം മുതൽ ആരംഭിക്കുന്നു. അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കളാണ്. ഒപ്പം അവരുടെ അധ്യാപകരും മതാധ്യാപകരും ഒക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്തൊരു എപ്പിസോഡിൽ വിവാഹത്തിനുള്ള ഏറ്റവും അടുത്തുള്ള ഒരുക്കം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതിന് നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ സ്നേഹത്തോടെ നമുക്ക് കാത്തിരിക്കാം.